ചങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഭൈരവ ആന്തം ഫ്രം കൽക്കി 2898 AD മൂവി എന്നാണ്. സോ എസ്റ്റർഡേ റിലീസ്ഡ്. അപ്പൊ സംതിങ് ഈസ് ഗോയിങ് ടു കം. എന്നാ ഡേറ്റ് എന്നുള്ളത് ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ടെൽ ഇൻ ദ എൻഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇന്നലെ വന്നത് ആന്തത്തിന്റെ ആന്തം പ്രൊമോ ആണ്. ഞാൻ വിചാരിച്ചിരിക്കുന്ന ആന്താണ് വന്നിരിക്കുന്നതെന്ന്, പക്ഷെ പ്രൊമോ ആണ്. ഇപ്പൊ എല്ലാത്തിനും അങ്ങനെ ഒരു സ്റ്റൈലാണല്ലോ, ഒരു പ്രൊമോ ഇട്ടിട്ട് സംഭവം ഇടുള്ളൂ. ആൻഡ് എസ്പെഷ്യലി ഇത് അവർ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് സോങ് ഓഫ് ദ ഇയർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോ സംതിങ് ഗ്രേറ്റ്. ആൻഡ് ഭൈരവ ആന്തം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് ഹിസ് ടോൺ ഓഫ് ദ മൂവി എന്ന് വേണമെങ്കിലും പറയാം. ശരിക്കും നമുക്കറിയാം ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ നെയിമാണ്, നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടർ നെയിമാണ്. That's what. And we still not watch that Bhairav and Bujji. We should watch that. അത് പറയാം. ഈ പാട്ടിനെ കുറിച്ച് പറയണ്ടേ. ഈ പാട്ട് പാടിയിരിക്കുന്നത് അവര് തമിഴിൽ തന്നെ കൊടുത്തിട്ട് ദിൽജിത്ത് ആണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ബിഗ്ഗസ്റ്റ് സോങ് ഓഫ് ദി ഇയർ. ആ ഒരു വൈബ് നമുക്കറിയാം. ഇറ്റ്സ് ഗോയിങ് ടു ബി എ പഞ്ചാബി വൈബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പക്ഷേ സന്തോഷ് നാരായണനാണ് മ്യൂസിക് ഡയറക്ടർ. It's a combination of like സൗത്ത് ആൻഡ് പഞ്ചാബി അല്ലെ, അറിയില്ല കോമ്പിനേഷൻ. എസ്പെഷ്യലി സന്തോഷ് നാരായൺ വരുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഹിസ് വോയിസ് പ്ലസ് സന്തോഷ് നാരായൺ മ്യൂസിക് എന്തായിരിക്കും അറിയാം. നമുക്ക് എന്തായാലും നോക്കാം. കാണാം. റെഡി അല്ലേ? സന്തോഷ് നാരായണനല്ലേ പുള്ളി ചെയ്തേക്കണേ. ഓ പ്രഭാസ് മറ്റേ ലുക്കില് കാണിക്കുന്നത്. ഒരു സോങ്ങും പ്രൊമോഷൻ സോങ് പോലെയാണ് ഇനി ഫുൾ വീഡിയോ സോങ്. ഇന്നാണോ? പറഞ്ഞേ ടുമോറോ അറ്റ് വാട്ട് ടൈം? ദാറ്റ്സ് ദ മെയിൻ തിങ്. ടൈം പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കഴിഞ്ഞ പോലെ പോയി പെട്ടെന്ന്. അല്ല അന്ന് നോക്കി ടുമോറോ എന്നാണോ അല്ല ഡേറ്റ്? ടുമോറോ എന്നാണ് ഡേറ്റ്. ഡേറ്റ് അല്ല, ടൈം ഇട്ടിട്ടില്ല. ഇന്ന് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോ ഇടയ്ക്കാ വരുന്നേ. നോക്കാം എവിടെ കാണിക്കുന്നു. ടുമോറോ അറ്റ് വാട്ട് ടൈം? നോട്ട് മെൻഷൻ. നമ്മള് പുറത്തുപോയി കഴിയുമ്പോഴായിരിക്കും വരാൻ പോകുന്നത്. എപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കൽക്കിയുടെ സംഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മിസ് ചെയ്യും ഓൺ ടൈമിൽ ചെയ്യാൻ വേണ്ടിട്ട്. വി വാണ്ടഡ് ടു. നമ്മള് മിസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു ബുജ്ജി മിസ് ചെയ്തു. അത് കഴിഞ്ഞ് ബുജ്ജി ആൻഡ് ഭൈരവയുടെ ട്രെയിലർ മിസ് ചെയ്തു. അത് കഴിഞ്ഞ് ബുജ്ജി ഭൈരവ സീരീസ് തന്നെ മിസ് ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ മിസ് ചെയ്തു. ടോട്ടൽ മിസ്സിംഗ് ആണ് കൽക്കിയുടെ സംഭവം വരുന്ന സമയത്ത്. എസ്റ്റർഡേ ലൈക്ക് വി വർ ദേർ ഓൾ ദ ടൈം. പക്ഷേ നമ്മൾ പോയപ്പോഴാണ് സംഭവം വന്നത്. അപ്പൊ വേറെ വഴിയില്ല ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. അതാണ് സംഭവം. കാരണം വെച്ചാൽ ആകെ നമുക്ക് സാറ്റർഡേ മാത്രമേ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും പോയാൽ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളപ്പോഴത്തെ ഇന്നിപ്പോഴും അറിയില്ല പോണം. കാരണം സൺഡേ മാത്രം കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. അപ്പോഴായിരിക്കും സംഭവം വരാൻ പോകുന്നത്. നമ്മള് മിസ് ചെയ്യാതിരുന്നാ മതിയായിരുന്നു. ഈവനിങ് വന്നാൽ നന്നായിരുന്നു അല്ലെ? ശരിക്കും അതെന്താ ടൈം പറയാത്തെ? ടൈം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു ഓട്ട് ടൈമാ വന്നത്. മോർണിംഗ് ആയിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. യൂഷ്വലി ഐ തിങ്ക് കൽക്കി അപ്ഡേറ്റ്സ് ആർ കമ്മിങ് മോർ ഓഫ് ഇൻ ദ ഈവനിങ് ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അബൌട്ട് ദ സോങ് I guessed it right. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പഞ്ചാബി വൈബ്. ലൈക്ക് ആ ഒരു ആൻഡ് നോട്ട് ഈവൻ ഫീലിംഗ് ഇറ്റ്സ് സന്തോഷ് നാരായൺ മ്യൂസിക്. ഐ വാസ് ഗെറ്റിംഗ് മോർ ഓഫ് ലൈക്ക് ആനിമൽ വൈബ്. അത് മാത്രമല്ല എനിക്ക് തോന്നിയിരിക്കുന്നത് ദിൽജിത്തിന്റെ മ്യൂസിക് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു വൈബ് കംപ്ലീറ്റ്ലി അതിലാ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രഭാസ് നല്ല ആ ഒരു ബ്ലാക്ക് അല്ലേ, രക്ഷയില്ല. വാട്ട് എവർ ക്രിറ്റിസിസം ഹി ഗോട്ട് ഇൻ പ്രീവിയസ് ടൈം, everything he's taking back. I think we should talk about him some video. Like is a big topic എന്നാണ് നമുക്ക് പറയാൻ കാരണം. because see it's all about how we are using the director, എങ്ങനെ ആളെ യൂസ് ചെയ്യുന്നതെന്നാണ്. because he has got that very height and സംഭവം തന്നെയാണ് എന്ത് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഈ ഒരു സോങ്ങിന്റെ ജസ്റ്റ് ഒരു പ്രൊമോയില് മാത്രം ആ ഒരു വരവ് വരാണെങ്കിലും പ്രഭാസ് ഹാവ് ദ സ്റ്റൈൽ. ലൈക്ക് ബാഹുബലി എന്ന് പറയുമ്പോ ഈസ് ആർ ബാഹുബലി. അതെന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇൻഡസ്ട്രി ബാഹുബലി എന്ന് പറയാം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് മാത്രം മതി. ആ ഒരു പ്രത്യേകിച്ച് നമ്മള് ഇപ്പം ഇന്നലെ കണ്ണപ്പ ചെയ്ത സമയത്തും അതായത് ആ ഒരു ജസ്റ്റ് ഒരു കണ്ണിന്റെ ആ ഒരു ഏരിയ മാത്രമേ കാണിച്ചുള്ളൂ. ബട്ട് that have a style. ആ ഒരു സംഭവം ഉണ്ട് അല്ലെ, അത് അത്രേ പറയാം. അതുകൊണ്ടാണ് കൽക്കിയിൽ ആ ഒരു ക്യാരക്ടർ. ഐ ഫീൽ ദ ഡയറക്ടർ വുഡ് നോട്ട് ഹാവ് എനി അതർ ചോയ്സ് എക്സെപ്റ്റ് പ്രഭാസ്. ആൻഡ് ഓൾസോ നാഗേശ്വൻ എന്ന് പറയുന്ന ഡയറക്ടർ,
he has shown us like from the beginning till now എന്തൊക്കെ എന്ന് വെച്ചാൽ we can't even find one negative also like in Prabhasന്റെ characters എന്നൊക്കെ പലരും പലതൊക്കെ പറയും but just for the but as a visually experience നമ്മൾ ഒരു ഓഡിയൻസിനുള്ള രീതിയിൽ exactly shading like അല്ല ഇതിനകത്ത് തന്നെ he didn't even show much of him like കാരണം എവിടെയൊക്കെ ഷെയ്ഡിങ് കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ കറക്റ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. That's what the perfect director is using, a perfect actor and that too like നമ്മൾ പറയില്ലേ unbeatable actor നമുക്ക് വേണമെങ്കിൽ പറയാം. because if you watch his movies like ബാഹുബലി തന്നെ മതി അദ്ദേഹത്തിന്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടും ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും. പിന്നെ അദ്ദേഹത്തിന്റെ അതിന് മുന്നേ കുറെ മൂവീസ് ഉണ്ട് നമ്മൾ മിസ് ചെയ്ത്, നമ്മൾ കാണാൻ പറ്റാത്ത, നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ that time much of experience ചെയ്യാറില്ലായിരുന്നല്ലോ. From Bahubali only we also got to know him. തെലുഗു ഇൻഡസ്ട്രി മൂവീസ് ഒക്കെ ആൻഡ് തെലുഗു ഇൻഡസ്ട്രിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ അല്ലു അർജുൻ ആണ്. we used to think okay തെലുഗു ഇൻഡസ്ട്രി മീൻസ് ഫുൾ അല്ലു അർജുൻ അങ്ങനെയാ വിചാരിച്ചുകൊണ്ടിരുന്നത്. then only like അത് പിന്നെ ചിരഞ്ജീവി സാറിന് അറിയാം, നാഗാർജുന സാറിന് അറിയാം, വെങ്കടേഷ് സാറിന് ഡബ് ചെയ്യാറുണ്ട്. പിന്നെ ചിരഞ്ജീവി സാറിനൊക്കെ ലൈക്ക് ബൈ ഇയേഴ്സ് ആയിട്ട് അദ്ദേഹം ഉള്ളത് കൊണ്ടിട്ട് we know from our parents and all അദ്ദേഹത്തെ പറ്റിയിട്ട് നെഗറ്റീവിലൂടെയാണ്, ഫുൾ നെഗറ്റീവ് ട്രോളിലൂടെയാണ്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഫുൾ ലെങ്ത് മൂവി കണ്ടു കഴിഞ്ഞപ്പോ we really liked him, we became his fan വേണമെങ്കിൽ പറയാം. മാസ് മൂവി ലൈക്ക് നോട്ട് ഇൻ ദ ലോജിക്കൽ, അങ്ങനെ ലോജിക് ലോജിക് വെച്ചിട്ട് കാണരുത്, അതാണ് സംഭവം. സോ എന്തായാലും ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ് ഷുഡ് കം ഇൻ ദ ഈവനിങ് ടൈം. ഒരു 6 മണി 7 മണിക്കൊക്കെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു നോക്കാം. എന്തായാലും if you know the time എപ്പോഴാ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. സോ we are waiting for the biggest song of the year. അത്രേ ഉള്ളൂ. ബൈ.